ശിഷ്യനോട് ഗുരു പറഞ്ഞു, നീ എൻ്റെ അടുത്തു വരിക, നിന്റെ കൈ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, വിശ്വാസിയായിരിക്കുക. ലോകം മുഴുവനുമുള്ള യേശുവിൻ്റെ എല്ലാ ശിഷ്യരോടും എല്ലാ മക്കളോടുമുള്ള അവൻ്റെ അരുളാണ് ഇത്. നീ എൻ്റെ അരികിലെത്തുക, എൻ്റെ പാർശ്വത്തിൽ നിന്റെ കൈവയ്ക്കുക, നിന്റെ ജീവിതത്തെ എൻ്റെ ഹൃദയത്തോട് ചേർത്തു നിർത്തുക. വിശുദ്ധ മത്തായി സുവിശേഷം 11:29. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഈ ആത്മീയ ശുശ്രൂഷ നിമിഷങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പാഠശാലയിലേക്ക് നമ്മുടെ ബുദ്ധിയും ഹൃദയവും ആത്മാവും എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, നിന്റെ തിരുഹൃദയ സ്നേഹത്താൽ എല്ലാ മക്കളെയും അഭിഷേകം ചെയ്യണമേ. യോഹന്നാന്റെ സുവിശേഷം 19:31. പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് വെള്ളവും രക്തവും പുറപ്പെട്ടു. വിശുദ്ധ സഭയിൽ അംഗങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാമോദീസായാകുന്ന മാമോദീസായ്ക്ക് വേണ്ടിയുള്ള ദൈവമകനാക്കാനുള്ള വിശുദ്ധ ജലവും വിശുദ്ധ കുർബാനയുടെ അടയാളമായ വിശുദ്ധ രക്തവും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഇതാ പുറപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹ സാന്നിധ്യത്തിലേക്ക് എത്തട്ടെ. ആ തിരുഹൃദയത്തിന്റെ സ്നേഹത്തോട് നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും സ്നേഹപൂർവം ചേർത്ത് വയ്ക്കാം. വലിയ സ്നേഹത്തോടെ ആ തിരുഹൃദയ സ്നേഹത്തിൽ നിറയാനുള്ള കൊതിയോടെ ആഗ്രഹത്തോടെ ആ തിരുഹൃദയ സ്നേഹത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വളരാനുള്ള പ്രാർത്ഥനയോടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരുഹൃദയ സ്നേഹത്തിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നിന്റെ തിരുഹൃദയ സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. തിരുഹൃദയത്തിൻ സ്നേഹത്താൽ നീ നിറയട്ടെ, തിരുഹൃദയത്തിൻ സ്നേഹത്താൽ നീ വളരട്ടെ, തിരുഹൃദയത്തിൻ സ്നേഹത്താൽ നീ നിറയട്ടെ, തിരുഹൃദയത്തിൻ സ്നേഹത്താൽ നീ വളരട്ടെ. നിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിന്റെ അഭിഷേകത്തിനായി, തിരുഹൃദയ സ്നേഹത്തിന്റെ അനുഭവത്തിനായി ഞങ്ങളിതാ സ്നേഹപൂർവം നിന്റെ തിരുഹൃദയ തണലിൽ അണിചേരുന്നു. കരുണ്യവാനായ ദൈവമേ, സ്നേഹനിധിയായ യേശുവേ, അങ്ങേ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിൽ എന്നെ കാത്തുപരിപാലിക്കണമേ. സ്നേഹം തണുത്തുപോയ കുടുംബാനുഭവങ്ങളിൽ, സ്നേഹം തണുത്തുപോയ സ്നേഹബന്ധങ്ങളിൽ
ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ശക്തി നിറയട്ടെ. കർത്താവായ ദൈവമേ, എല്ലാ മക്കളിലേക്കും നിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തെ നൽകിയാലും ശക്തിയോടെ, താഴ്മയോടെ, ഹൃദയ പരമാർത്ഥതയോടെ നിന്നെ സമീപിക്കുന്നവർക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളിതാ പൂർണ്ണ സ്നേഹത്തോടെ ശരണപ്പെട്ട് നിന്നിൽ ആശ്രയിച്ച് പാടി സ്തുതിക്കുന്നു. തിരുഹൃദയത്തിൻ സ്നേഹത്താൽ നീ നിറയട്ടെ, തിരുഹൃദയത്തിൻ സ്നേഹത്താൽ നീ വളരട്ടെ, തിരുഹൃദയത്തിൻ സ്നേഹത്താൽ നീ നിറയട്ടെ, തിരുഹൃദയത്തിൻ സ്നേഹത്താൽ നീ വളരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തോട് കരം ചേർത്ത വിശുദ്ധ തോമാശ്ലീഹ ഇങ്ങനെ ഏറ്റുപറഞ്ഞു: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തോട് കരം ചേർത്ത് വയ്ക്കപ്പെട്ടിരിക്കുന്ന, മനസ്സ് ചേർത്തിരിക്കുന്ന എല്ലാ മക്കളും ഒരുമിച്ച് പറയട്ടെ, വിശുദ്ധ തോമാശ്ലീഹായോട് ചേർന്ന് പറയട്ടെ: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷകാ. വിശ്വാസത്തോടെ ആ തിരുഹൃദയത്തിൽ കരം ചേർത്ത്, മനസ്സ് ചേർത്ത്, ഹൃദയം ചേർത്ത് ഒരു മനസ്സോടെ നമുക്ക് സ്തുതിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷകാ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷകാ. വലിയ സ്നേഹത്തോടെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ തിരുഹൃദയ സ്നേഹത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷകാ. തിരുഹൃദയ സ്നേഹം പോലെ എന്റെ ഹൃദയത്തിൽ സ്നേഹം നിറയാൻ ജ്വലിക്കാൻ. എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷകാ. വലിയ ആവേശത്തോടെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷകാ. കർത്താവും ദൈവവും രക്ഷകനും നാഥനുമായി യേശുവിനെ ഏറ്റുപറയുന്ന എല്ലാവരും അനുഗ്രഹീതരാകുന്നു. എല്ലാവരും ചേർന്ന് പാടട്ടെ. സ്തുതിയായി, സ്നേഹമായി, സൗഖ്യമായി അവന്റെ അനുഗ്രഹം നമ്മളിൽ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ രക്ഷകാ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷകാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നേറ്റു പറഞ്ഞ വിശുദ്ധ തോമാശ്ലീഹായോട് ചേർന്ന് ഈശോയുടെ തിരുഹൃദയ സ്നേഹം നുകരുന്ന എല്ലാ മനുഷ്യരിലും ഈ സമയം അവിടുത്തെ തിരുഹൃദയത്തിന്റെ ദിവ്യസ്പന്ദനമുണ്ടാകട്ടെ. തിരുഹൃദയനാഥ, നിന്റെ തിരുസ്നേഹത്തിലേക്ക്
ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങളിതാ സമർപ്പിക്കുന്നു. യേശുവേ, നിന്റെ തിരുഹൃദയത്തിലേക്ക് നോക്കിയ എൻ്റെ മിഴികൾ കണ്ടു. എനിക്കായുള്ള നിന്റെ ഹൃദയത്തിലെ സ്നേഹാഗ്നി, എനിക്ക് വേണ്ടി നീ വഹിച്ച മുൾക്കിരീടം, എനിക്ക് വേണ്ടി നീ സ്വീകരിച്ച മുറിവുകൾ, എന്നെ നീ വഹിച്ച കുരിശ്, ഏറ്റവും ഒടുവിൽ എനിക്ക് വേണ്ടിയുള്ള നിന്റെ വിശുദ്ധ സ്നേഹവും. യേശുവേ, 1000 നന്ദി. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹ അടയാളങ്ങൾ, ശാന്തതയും എളിമയും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വീർപ്പുമുട്ടലുകളിൽ, വിഷമങ്ങളിൽ എല്ലായിടത്തും യേശു നൽകുന്ന ഈ സാന്ത്വനവും ശാന്തതയും എളിമയും നീ സ്വന്തമാക്കുക. അവൻ്റെ കരത്തിൽ നീ പിടിച്ചാൽ, അവൻ്റെ ഹൃദയത്തോട് നീ ചേർന്നാൽ അവൻ നിന്നെ കാത്തുകൊള്ളും. വിശ്വാസത്തോടെ നമുക്ക് ആശ്രയിക്കാം. മധുരമായ നിർച്ചാൽ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നി നിന്റെ ഹൃദയത്തിലും അഗ്നി അനുഭവമേകട്ടെ. തിരുഹൃദയത്തിന്റെ സ്നേഹിക്കാൻ തുടിക്കുന്ന, കനിവേകാൻ കൊതിക്കുന്ന വലിയ കൃപ നിന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നു. സ്വീകരിക്കുക. ഇതാ ഈശോയുടെ തിരുഹൃദയ രൂപത്തിന്റെ സ്നേഹ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക്. മകനെ, ആ ഹൃദയത്തോട് ചേരുക. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ആയിരക്കണക്കിന് വരുന്ന ദൈവമക്കൾ മലമുകളിലായിരുന്നവന്റെ സമീപത്തേക്ക് വന്നപ്പോൾ അവന്റെ ഹൃദയത്തെക്കുറിച്ച് വചനം ഇങ്ങനെ കുറിച്ചിടുകയാണ്.
അവന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവന് ജനത്തിന്റെ മേൽ അനുകമ്പ തോന്നി. അവർക്ക് വേണ്ടത് കൊടുക്കാൻ ശിഷ്യനെ പ്രചോദിപ്പിക്കുന്ന സ്നേഹമായി, കരുതലായി, കനിവായി എൻ്റെ ദൈവം. ഇതാ ആ ഹൃദയത്തിൻ്റെ ശ്രേഷ്ഠത. ഈശോയെ, അനുകമ്പാർദ്രമായ നിന്റെ ഹൃദയത്തിന് മുമ്പിൽ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് എൻ്റെ ജീവന്റെ ജീവനായി അങ്ങ് നൽകിയിരിക്കുന്ന ഈ ഹൃദയത്തിലേക്ക് നിന്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ സമൃദ്ധിയെ അയച്ചാലും. ഈശോയെ, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ വീട് അങ്ങയുടെ സ്നേഹം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടതാണ്. അന്ന് ആദ്യമായി ഈ വീട്ടിലേക്ക് കയറി പാർത്ത നാളിൽ ഈശോയുടെ തിരുഹൃദയത്തിന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ ഭവനത്തെ പ്രതിഷ്ഠിച്ച നാൾ മുതൽ ഇന്നോളം നിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ വീട് അനുഗ്രഹമുള്ളതായിട്ടുണ്ട്. ആ വലിയ അനുഗ്രഹത്തിനും കൃപകൾക്കുമെല്ലാം നിറഞ്ഞ മനസ്സോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബ സ്നേഹ നിറവിൽ നിന്റെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് മുട്ടുകൾ മടക്കുന്നു. യേശുവേ, കാരുണ്യവാനായ ദൈവമേ, അനുകമ്പയുള്ള കനിവേകുന്ന നല്ല സ്നേഹമേ, നിന്റെ തിരുഹൃദയ സ്നേഹത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങളിതാ പ്രതിഷ്ഠിക്കുന്നു, സമർപ്പിക്കുന്നു. നിന്റെ തിരുഹൃദയ സ്നേഹത്തിൽ ഈ കുടുംബത്തെ, എല്ലാ കുടുംബങ്ങളെയും കാത്തുകൊള്ളുക. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഓരോ മക്കളെയും സമർപ്പിക്കും അങ്ങേ മുൻപിൽ. യേശുവിന്റെ രാജത്വം വിളിച്ച് ഈ കുടുംബത്തിൽ രാജനായി വാഴുക നീ. പ്രവൃത്തികളൊക്കെയും നിയന്ത്രിച്ചിടൂ. ഉദ്യമങ്ങളെല്ലാം നീ ആശീർവദിക്കണമേ. സങ്കട നേരത്തെന്നും ആശ്വാസമേകിടൂ. മുഴുമനസ്സോടെ, മുഴുഹൃദയത്തോടെ, മുഴു ശക്തിയോടെ, മുഴു ആത്മാവോടെ നമുക്ക് സമർപ്പിക്കാം. ദ്രോഹങ്ങളെല്ലാം നീ ദയാവായ്പിനാം. ക്ഷമ നൽകി എന്നും സ്നേഹിച്ചിടാം. നിത്യതയിലെത്തുവോരെ കനിവോടെ കരുതേണമേ. അങ്ങേ കണ്ടാനന്ദിക്കാം. കൃപ നിറവേകണമേ. ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് തിരുവിലാവിലെ രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവരോട് ചേർന്ന് ഈ കുടുംബത്തെ സമർപ്പിക്കാം. സ്വർഗീയ ഗേഹത്തിലെത്തും വരെ സദയം ആത്മദീയാപത്തിലാകരുതേ. പുണ്യപാദങ്ങൾ സികും മാതാവിൻ വിമല ഹൃദയവും തിരുമുൻപിലർപ്പിച്ചിടും. പ്രതിഷ്ഠയെ കാത്തിടണേ. ഈശോയുടെ തിരുഹൃദയമേ, മാതാവിന്റെ വിമല ഹൃദയമേ, ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാ മനുഷ്യരെയും സ്നേഹത്തിൽ കാത്തുകൊള്ളുക. ഈശോതൻ ദിവ്യമാം ഹൃദയമേ,
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ശുദ്ധമറിയം മാർഗരിത ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പുണ്യതാതൻ മാർ യോസേപ്പേ, ധന്യതാതൻ മാർ തോമായേ, ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ ദിവ്യാത്മാവേ, യേശുവിൻ്റെ തിരുശരീരമേ, യേശുവിൻ്റെ തിരുരക്തമേ, യേശുവിൻ്റെ തിരുവിലാവിലെ വിശുദ്ധ ജലമേ, യേശുവിൻ്റെ പീഡാനുഭവമേ, യേശുവിൻ്റെ മാധുര്യമേറിയ ഹൃദയമേ, ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിന് എന്നേക്കും സ്തുതി. തിരുഹൃദയമേ, യേശുവിൻ തിരുഹൃദയമേ, ശാന്തതയും എളിമയും നിറഞ്ഞ സൂനമേ, എൻ ഹൃദയം നിൻ ഹൃദയം പോലെയാക്കണേ. ഓ തിരുഹൃദയമേ, യേശുവിൻ തിരുഹൃദയമേ, ശാന്തതയും എളിമയും നിറഞ്ഞ സൂനമേ, തിരുവിലാവിൽ നിന്നുമൊഴുകും ജീവനീർച്ചാലെത്ര മധുരം. മധുരമായ നിർച്ചാൽ